എക്സാലോജിക് CMRL ഇടപാടിനെ സംബന്ധിച്ച് SFIO നടത്തുന്ന അന്വേഷണം ചോദ്യം ചെയ്ത് CMRL നൽകിയ ഹർജിയിൽ മറ്റന്നാൾ അന്തിമ വാദം കേൾക്കുവാൻ ഡൽഹി ഹൈക്കോടതി തീരുമാനിച്ചു. ഡൽഹി ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ഗിരീഷ് കത്പാലിയാണ് ഈ കേസിൽ അന്തിമ വാദം കേൾക്കുന്നത്. നിലവിൽ SFIO നടത്തുന്ന ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന് CMRL ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഈ ആവശ്യത്തെക്കുറിച്ച് നിലപാട് അറിയിക്കുവാൻ SFIയോട് ഡൽഹി ഹൈക്കോടതി നിർദ്ദേശിച്ചു. മറ്റന്നാൾ ഈ കേസിൽ വാദം കേൾക്കുന്നതിന് മുമ്പ് മറുപടി സത്യവാങ്മൂലം നൽകുവാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇന്ന് ഈ കേസ് ജസ്റ്റിസ് ഗിരീഷ് കത്പാലിയുടെ ബെഞ്ച് ഡൽഹി ഹൈക്കോടതിയിൽ പരിഗണിച്ചപ്പോൾ ചൂടേറിയ വാദപ്രതിവാദങ്ങളാണ് നടന്നത്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു വാക്കാലുള്ള ഉറപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഈ കേസ് പരിഗണിച്ചിരുന്നപ്പോൾ ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ്, ഡൽഹി ഹൈക്കോടതിയിലെ ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് പരിഗണിച്ചിരുന്നപ്പോൾ SFIക്ക് വേണ്ടി ഹാജരായിരുന്ന അഭിഭാഷകൻ ഈ അന്വേഷണം നടത്തുമെങ്കിലും ഈ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ ഫയൽ ചെയ്യില്ല എന്ന്, അതായത് വിചാരണ കോടതിയിൽ ഫയൽ ചെയ്യുകയോ തുടർ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യില്ല എന്ന് വാക്കാൽ ഉറപ്പ് നൽകിയെന്നാണ് CMRLന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ കപിൽ സിബൽ ഇന്ന് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. അത് തൊട്ടടുത്ത ദിവസം പുറത്തിറങ്ങിയ പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ആ വാക്കാലുള്ള ഉറപ്പ് നൽകി എന്നതിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നും കപിൽ സിബൽ ചൂണ്ടിക്കാണിച്ചു. പക്ഷേ ഇത്തരം വാക്കാലുള്ള ഉറപ്പുകൾക്ക് എന്ത് പ്രസക്തിയാണ് എന്നാണ് ഇന്ന് ഈ കേസ് പരിഗണിച്ച ജസ്റ്റിസ് ഗിരീഷ് കത്പാലിയ ആരാഞ്ഞത്. കാരണം ഈ കേസിന് ഇടയിൽ ഒന്നുകിൽ അത് സ്റ്റേ ചെയ്യണമായിരുന്നു, അല്ല എങ്കിൽ സ്റ്റേ ഇല്ല. ഇതിന് രണ്ടിനും അപ്പുറത്തേക്ക് കക്ഷികൾ ഈ വാക്കാൽ നൽകുന്ന ഈ ഉറപ്പിനൊന്നും കോടതിയിൽ വലിയ പ്രസക്തി ഇല്ല എന്നത് ജസ്റ്റിസ് ഗിരീഷ് കത്പാലിയ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. CMRLന് വേണ്ടി ഹാജരായ രണ്ടാമത്തെ സീനിയർ അഭിഭാഷകനായ സിദ്ധാർത്ഥ് ലൂതറ എന്നാൽ ഇങ്ങനെയുള്ള വാക്കാലുള്ള ഉറപ്പുകൾക്ക് നിയമപരമായ പരിരക്ഷ അല്ലെങ്കിൽ ഉണ്ട് എന്നാണ് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. കാരണം ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചട്ടങ്ങളിൽ അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ SFIO ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് വിചാരണ കോടതിയിൽ ഫയൽ ചെയ്യുന്നത് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഈ വാദത്തോട് പൂർണ്ണമായും യോജിക്കുവാൻ വേണ്ടി കോടതി തയ്യാറായില്ല. തുടർന്ന് ഈ CMRന് വേണ്ടി ഹാജരായ മറ്റൊരു അഭിഭാഷകൻ ഈ കേസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് വിചാരണ കോടതിയിൽ ഫയൽ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് തുടരന്വേഷണം സ്റ്റേ ചെയ്യുന്ന ഈ തുടർ നടപടികൾ സ്റ്റേ ചെയ്യുന്നതിൽ എന്തർത്ഥമാണ് എന്ന് കോടതി വാക്കാൽ ആരായുകയും ചെയ്തു. ആ സമയം ഈ CMRL കോടതിയിൽ വ്യക്തമാക്കിയത് ED അന്വേഷണത്തിന് ഉൾപ്പെടെയുള്ള സാധ്യതകളുണ്ട്, അതുകൊണ്ടാണ് ഈ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നതെന്നാണ് പറഞ്ഞത്. ഏതായാലും ഈ കേസിൽ CMRL എടുക്കുന്ന ഒരു നിലപാട് ഈ അന്വേഷണത്തെ ചോദ്യം ചെയ്ത് ഞങ്ങളുടെ ഹർജി ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. ആ പരിഗണനയിൽ ഇരിക്കുന്ന സാഹചര്യത്തിൽ അതിലൊരു തീരുമാനം തങ്ങൾക്ക് അനുകൂലമായി വരികയാണെങ്കിൽ ഇപ്പോൾ SFIO സ്വീകരിക്കുന്ന മറ്റ് നടപടികളെല്ലാം തന്നെ അപ്രസക്തമാകുമെന്നാണ് CMRL പറയുന്നത്. അതുകൊണ്ട് ഈ സാധുത സംബന്ധിച്ചുള്ള കാര്യത്തിൽ ആദ്യം ഒരു അന്തിമ തീരുമാനം കോടതി വൈകാതെ എടുക്കണമെന്നും CMRL ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ മറ്റന്നാൾ ഉച്ചയ്ക്ക് 2:30 ഈ കേസിൽ അന്തിമ വാദം കേൾക്കുവാൻ വേണ്ടി കോടതി തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ ഈ അന്വേഷണത്തിനെതിരെ നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ചന്ദ്രധാരി സിംഗ് വിശദമായി വാദം കേട്ട് വിധി പറയാനായി മാറ്റിയതാണ്. പിന്നീട് ജസ്റ്റിസ് ചന്ദ്രധാരി സിംഗിന് അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റമുണ്ടായി. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ പുതുതായി ഈ കേസ് വീണ്ടും വാദം കേൾക്കുന്നതിനായി ജസ്റ്റിസ് ഗിരീഷ് കത്പാലിയുടെ ബെഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും മറ്റന്നാൾ ഈ കേസിൽ വിശദമായ വാദം കേൾക്കൽ നടക്കുന്നതായിരിക്കും.